എന്തിനാ വിളിച്ചത്? കിട്ടി. കിട്ടിയോ? ആ. എന്തോന്ന് കിട്ടി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവസാനത്തെ വരെ കിട്ടിയില്ലെന്ന്. അത് കിട്ടി. കേക്കണം. ദൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിന്റെ കിളുന്നുകൾ വിരിയാൻ തുടങ്ങവേ നടപ്പന്തലിരിക്കവേ. എന്താ കൊള്ളാമോ? ഓ, വളരെ നന്നായിരിക്കുന്നു. ഒന്ന് എണീറ്റ് വരാമോ? ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. നന്ദിനി ഉണ്ടോ? അവക്കിന്ന് തിങ്കളാഴ്ചയല്ലേ? ഓ, വന്നാട്ടെ. നടപ്പന്തലിരിക്കവേ. അല്ല, ഞാൻ അറിയാൻ മേലെ ചോദിക്കുക, എന്തോ അഭാവം? ഇപ്പോഴത്തെ ഭാവമാണ് അറിയേണ്ടത്. അത്താഴം ഉണ്ടാകുന്ന ഭാവം. ഞാൻ അതല്ല ചോദിച്ചത്. അച്ഛൻ 24 മണിക്കൂർ നേരവും കവിത എഴുത്തും മോക്ക് 48 മണിക്കൂർ നേരവും പുസ്തക വായന ആയാൽ എന്താ സ്ഥിതി? എന്താ സ്ഥിതി എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. ആ സാമ്പാർ കുറച്ചും കൂടി കൊണ്ടെടുക്കും. ആ പപ്പടവും. അല്ല, അവക്ക് വയസ്സ് എത്രയെന്നറിയാമോ? അത് എന്നെക്കാ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ? 18 കഴിഞ്ഞു. ഇനിയെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കാൻ? അവക്ക് വയസ്സ് 18 ആയുള്ളൂ. അവള് വല്ല 4 അക്ഷരം കൂടുതൽ പഠിച്ചുകൊണ്ട് വല്ല തകരാറുണ്ടോ? പഠിപ്പിച്ച് കളക്ടറാക്കാനാണോ ഭാവം? അവക്കായാലെന്താടി? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്താ ആവാൻ പാടില്ലാത്തത്? അച്ഛന്റെ ഈ വാത്സല്യം കാരണമേ മോക്ക് അരി വാർക്കാൻ പോലും അറിയില്ല. ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോ അറിയും. അവക്ക് അരി വാർക്കാൻ അറിയാൻ മേലെങ്കിലേ അരി വാർക്കാൻ അറിയാവുന്ന 1000 വേലക്കാരെ കിട്ടും കാശ് കൊടുത്താൽ. നീ വെറുതെ എന്റെ മോളെ അങ്ങ് അപകീർത്തിപ്പെടുത്താതെ എന്റെ ശാരി. ഞാനൊരു കാര്യം പറയാന്ന് വിചാരിച്ചാ ഇത്രയും പറഞ്ഞത്. ഇത് ആമുഖമായിരുന്നോ? അപ്പൊ എന്താ കാര്യം? മോഹനൻ ദേവി വന്നിട്ടുണ്ടല്ലോ. അവൻ അവളുടെ മുറച്ചെറുക്കനാണല്ലോ. ആണ്. എല്ലാവർക്കും സമ്മതമുള്ള ബന്ധുവാണല്ലോ. അതെ. അവൻ ഇത്തവണ ലീവ് കുറച്ചധികം ഉണ്ടെന്ന് കേട്ടു. അങ്ങനാണെങ്കിലേ പോകുന്നതിന് മുമ്പ് അതങ്ങ് നടത്തിയാലെന്താ? നടത്തിക്കളയാ. എത്ര നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞു. നമ്മൾ നടത്തിയാ മതിയോ? പെണ്ണ് സമ്മതിക്കണ്ടേ? എന്താ കാര്യം? ഞാൻ ഇന്ന് അവളോട് സംസാരിച്ചു. അവൾക്ക് കല്യാണം ഇപ്പോഴെങ്ങും വേണ്ടെന്ന്. എന്റെ ശാരി, നീ ഇത് കേട്ടങ്ങ് പരിഭ്രമിച്ചാലോ? ലോകത്തിലെല്ലാ പെൺപിള്ളേരും പറയുന്ന വാചകം അവളും പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, എന്റെ അമ്മാവൻ വിവാഹാലോചനയുമായി നിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് നീ പറഞ്ഞതും ഇതേ വാചകം തന്നെയാ. എന്നിട്ട് നിശ്ചിത സമയത്ത് നമ്മുടെ വിവാഹം നടന്നില്ലേ? നന്ദിനി ചേച്ചി ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഇത് ഓണക്കണോ? നന്ദിനി ചേച്ചി പുസ്തകം മാറാൻ തന്നിരുന്നു. ഇന്ന് വായനശാല ഒഴിവാ. അപ്പോ നിനക്ക് ആ ചെറുക്കനോട് ഇത്ര വിരോധം എന്താ? അവിടെ ഏതിന്റെ വായനശാലയിലെ പുസ്തകം മുഴുവൻ ഇവിടെ കൊണ്ട് തട്ടാവുന്ന ഏറ്റ പോലെ. നിനക്ക് ഈ അക്ഷരങ്ങളോട് ഇത്ര വിരോധം എന്താ? ആർക്കും വേണ്ടാത്ത ജൂട്. നല്ല പരമരസ്യം പുസ്തകം. നീ വായിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഊണ് വെച്ചിട്ട് എണീച്ചാട്ടെ. നീ ട്രോഫി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് ട്രോഫി. എന്റെ മകൾക്ക് പ്രസംഗ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ട്രോഫിയാണിത്. ഇത് വെള്ളിയാ? തൊടരുത്, ദൂരെ മാറി കണ്ടാ മതി. എന്താ തൊട്ടാല്? ഇതേ അച്ഛന്റെ അമ്മയുടെയും ഗുണം അറിയാമോ? അമ്മയുടെ ഗുണോധികാരം കൊണ്ടൊന്നല്ല, അച്ഛന്റെ മാത്രം ഗുണം കൊണ്ട് കിട്ടിയതാ. അല്ലേ 1ാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു അവകാശവാദം കണ്ടില്ലേ? യാതൊരു അവകാശവാദവും ഇല്ല. ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോഴേ ഉണ്ണാൻ നേരത്തെ ഇതുപോലെ സാധനം എടുത്ത് മുമ്പിലോട്ട് വെച്ചു കൊടുത്തേച്ചാ. ആലോചിച്ചോളാം. അല്ലേ മോളെ? ഈയുടെ കണ്ണിന്റെ അസുഖമൊക്കെ മാറിയോളോ? ഇതിനാണ്ട പിള്ളേ മാറിയേ. ഇപ്പൊ ദഹനത്തിനൊക്കെ പോകുന്നുണ്ടോ? ഓ, ഞാനും 2 പിള്ളേരും കൂടാ പോകുന്നത്. അല്ല, നമ്മുടെ ഒട്ടത്തിലൊരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു, ഒരടിയന്തരം. അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. പിന്നെ ഇയാള് രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ലേ. എന്നാ അങ്ങോട്ട് ചെന്ന് വല്ലതും കഴിച്ചേച്ചു വാ, പറയാം. പെമ്പിള്ളേര് കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കുക. തത്തയും കളിപ്പിച്ചോണ്ടിരുന്നാ മതി. കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം. നിനക്കെന്നെ കല്യാണം കഴിക്കാം ഒപ്പുകുട്ട? പതംഗമേ വരൂ, യുഗസഹസ്രങ്ങൾ പറന്നു പിന്നിട്ട വിഹംഗമേ വരൂ. എഴുതൂ. നീ എഴുതുന്നില്ലയോ? ഞാനൊരു കാര്യം നേരത്തെ ചോദിച്ചു. അതിന്റെ സമാധാനം അറിഞ്ഞിട്ടേ ഉള്ളു എഴുത്ത്. എന്ത് കാര്യം? പെണ്ണിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അവൾ MA വരെ പഠിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പഠിക്കണ്ട എന്നാ എന്റെ തീരുമാനം. ദേ, മോഹന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആലോചിക്കാൻ അവൻ ആരുമില്ല. നമ്മൾ വേണം മുൻകൈ എടുക്കാൻ. ഇപ്പൊ ഞാനെന്താ വേണ്ടത്? വിവാഹത്തിന് സമ്മതമാണോ എന്ന് പറയണം. എനിക്ക് സമ്മതമാ. പക്ഷെ അവളോട് സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കൂ. അവളുടെ സമ്മതം ഞാൻ ഇപ്പൊ വാങ്ങിക്കാം.
മോളെ, ഇന്നത്തെ കാലത്ത് കല്യാണക്കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും യാതൊരു തകരാറുമില്ല. നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ, നിനക്ക് സമ്മതമല്ലേ? നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് മോഹന്റെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? എനിക്ക് മോഹനേട്ടന് ഇഷ്ടമാണമ്മേ. പക്ഷേ എന്തായി? അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഷ്ടമാണ് പക്ഷേ എന്ന്. എന്നുവെച്ചാൽ സാഹിത്യം വരച്ചു കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ? എനിക്കറിയാവോ? ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? വിവാഹം സമ്മതമാണ്, പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി, MA കഴിഞ്ഞിട്ട് മതി എന്നർത്ഥം. ഒരു MA കൊണ്ട് എന്തിനു നിർത്തുന്നത്? ഒരു 4 MA ഇരുന്നോട്ടെ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരമ്മയുടെ വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ. അതിന് നീ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ ശാരി? ഞാൻ അവളെ നല്ല നിലയിൽ തന്നെ കെട്ടിച്ചയക്കും. അതിന് നീ ധൃതി പിടിച്ചോണ്ടായില്ല. നീ അപ്പുറത്ത് പോയി വല്ല ജോലി ഉണ്ടോന്ന് നോക്ക്. ആ വരണം മധുവരന്മാരെ. അമ്മാവനെ അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത്. കല്യാണത്തിന്റെ അന്ന് കണ്ടില്ലേ? കല്യാണത്തിന്റെ അന്ന് ഒരുപക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ആണെന്ന് ധരിച്ചു കാണും. ഇരിക്കും. ഞാൻ അപ്പച്ചി കണ്ടിട്ട് ഈ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം വളരെ മനസ്സിരുത്തി വായിക്കണം. അപ്പച്ചി ഇതേ കണ്ണൂരിന്ന് നോക്കി ഒരു കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. മോളെ, നീ എപ്പോ എത്തി? ഞാൻ മാത്രമല്ല, കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. മോളെ, ഞാനിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വരുന്ന വിവരത്തിന് നിന്നെ കാര്യമെങ്കിലും പറഞ്ഞു വയ്ക്കാൻ മേലായിരുന്നു. അതുകൊണ്ടൊന്നും അപ്പച്ചി വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് തീരെ ഉപദ്രവകാരിയല്ല. ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ ഹീസ് ഹാപ്പി. എന്നാ ഞാൻ ചായ ഇടാം. നന്ദിനിക്കുട്ടിയുടെ അവള് മുറി കാണും. മോളെ, നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താനെ കല്യാണം വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളുടെ കല്യാണം നടന്നിരിക്കും. അതിനവളെ സമ്മതിച്ചിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം അപ്പച്ചി. അച്ഛൻ വിളിക്കുന്നു, ചായക്ക് സമയമായി. അയ്യോ, എനിക്ക് വയ്യ. നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? എന്നെ വലിയ കാര്യമാ, പക്ഷെ ഭയങ്കര മടിയനാ. എങ്ങും യാത്ര പോകുന്നത് ഇഷ്ടമല്ല. ആട്ടെ, അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത്? നാളെ. അതല്ലേ ഇന്ന് വന്നത്? ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് കമ്പി വന്നു. ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റൂ? മേച്ചോടും നീ തന്നെ അന്വേഷണം പറയണേ. ഞാൻ പറയാം. നിന്റെ ചേട്ടൻ എവിടെ? അമ്മാവനിപ്പോ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്നിട്ട് എഴുതാം. വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അത്ര ഓസിന് വിശേഷമൊന്നും അറിയണ്ട. അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപിടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്ത് പറയാനാ? ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചുമില്ല. എന്നോട് ചോദിച്ചു ഏത് നോവല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ. എന്തുവായിരുന്നു കുത്തിക്കുറിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. എനിക്ക് ഈയിടെയായിട്ട് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ മോഹൻ ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പട്ടാളക്കാരുടെ കാര്യമൊക്കെ അങ്ങനെ അടി. അവര് ചോദിക്കുമ്പോ അവധി കിട്ടും, പക്ഷെ വിളിക്കുമ്പോ അങ്ങോട്ട് എല്ലിയും വേണം. ആ പിച്ചാത്തി ചെറുതൻ ഇവിടെ കണ്ടോ വെച്ചിരുന്നല്ലോ. ഇങ്ങോട്ട് നോക്കി. അവന് പോകാൻ തീരെ മനസ്സില്ലാതെയാ പോയിരിക്കുന്നത്. അത് നിനക്ക് അങ്ങനെ മനസ്സിലായി? അവന്റെ മുഖം കണ്ടാലറിയാം. യാത്ര ചോദിക്കുമ്പോഴേ അവന്റെ മുഖത്ത് ജീവനില്ലായിരുന്നു. നിനക്ക് മുഖലക്ഷണം പറയാനും അറിയാമോ? ഇവിടെ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ. ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലോ.
ഹലോ സാർ, വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയി. പിന്നെ വർമ്മ ആൻഡ് കമ്പനിയുടെ ജനറൽ മാനേജർ വിളിച്ചിരുന്നു. ഹലോ, 66423 ഒരു കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഒപ്പിട്ടു, ഞാൻ പോയിട്ട് വരാം. ദാ ഇവിടെ. കണ്ടില്ലേ, എനിക്ക് വല്ലതും മനസ്സിലായോ? ഇവൻ ആര് പെണ്ണ് കൊടുക്കാനാ? ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ശാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? എങ്ങനുണ്ട്? തരക്കെടില്ല, ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സാർ, ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസേ, തന്നോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എങ്ങനെ? ഐ എം വെരി ആങ്ഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ അറിയാനാ. അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നത് എന്തിന്? ഹലോ, താൻ ആഹാരം കഴിച്ചു? ചോറ് കൊണ്ടൊന്നു ഉണ്ണാൻ ഒരു മൂടില്ല. മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ? മാത്യൂസിന് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം. എനിക്ക് നാണമില്ലടോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പച്ചനോടോ അമ്മച്ചോടോ വേണമെങ്കിൽ ഞങ്ങൾ പറയാം. താനൊന്ന് പെണ്ണ് കിട്ട്. അതെങ്ങനാ? പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയല്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പറയലൊന്നുമില്ല. താൻ ഈ MD യുടെ PA എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല. ഒരാനയെ മേയ്ക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്താ? പിന്നെ കാണാൻ രവി സാർ. താൻ എന്തിനാണോ ആ സാധുവിനെ കളിയാക്കുന്നത്? തനിക്കറിയില്ല, ഇങ്ങനെ കളിയാക്കിയാലേ അയാൾ നന്നാവും. പിന്നെ ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അന്നാമയോട് ചോദിച്ചെന്ന് കേട്ടു, ഭർത്താവിന് പരിപൂർണ സുഖം കിട്ടുമോന്ന്. അവള് പൂര തെറിയും പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ.